ടീം ആറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 57/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ എക്സാമിനേഷനകത്ത് ഫിസിക്സ് കെമിസ്ട്രി പാർട്ടിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളാണ്. ഇതിനകത്ത് ചോദിച്ച ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള റീസണിംഗ് പല ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി F1 മൈക്രോവേവിന്റെ ആവൃത്തി F2 എക്സ് കിരണങ്ങളുടെ ആവൃത്തി F3 ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത്? സോ ആവൃത്തി എന്നത് ഫ്രീക്വൻസി, ആവൃത്തി ഈസ് നത്തിങ് ബട്ട് ഫ്രീക്വൻസി. സോ അങ്ങനെ തന്നിരിക്കുന്ന ദൃശ്യപ്രകാശത്തിന്റെ ആവൃത്തി മീൻസ് വിസിബിൾ ലൈറ്റ്, മൈക്രോവേവ് റേഡിയേഷൻ, മൈക്രോവേവിന്റെ ആവൃത്തി F2 ആണ്, എക്സ്റേയുടെ F3 ആണ്. സോ നമ്മൾ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എടുത്താൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിനകത്ത് 7 കളറുകളാണുള്ളത്. അതായത് റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, then radio wave, microwave, IR, visible, UV, X-ray, gamma ray. ഇതിനകത്ത് ഏറ്റവും അധികം വേവ് ലെങ്ത് ഉള്ളത്, ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ളതെന്ന് പറയുന്നത് റേഡിയോ വേവ്സിനാണ്. ഹയസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഇതിനാണ്. അതായത് ലോവസ്റ്റ് ഫ്രീക്വൻസി ഉള്ളതും റേഡിയോ വേവ്സിനാണ്. അങ്ങനെയാണ് എങ്കിൽ ലോവസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് മൈക്രോവേവിനും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് മൈക്രോവേവിനും ആയിരിക്കും. ലോവസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് മൈക്രോവേവ് അല്ല, ലോവസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേക്കും, പറഞ്ഞത് മാറിപ്പോയി തിരുത്തണം. ലോവസ്റ്റ് വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേക്കും ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് ഗാമ റേക്കായിരിക്കും. കാരണം വേവ് ലെങ്തും ഫ്രീക്വൻസിയും എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി കണക്റ്റഡ് ആണ്. ഒന്നുകൂടെ പറയാം, റേഡിയോ വേവ് മുതൽ ഗാമ റേ വരെ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും അധികം വേവ് ലെങ്ത് ഉള്ളത് റേഡിയോ വേവ്സിനാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുള്ളത് റേഡിയോ വേവ്സിനാണ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് ഗാമ റേക്കാണ്. ഏറ്റവും അധികം ഫ്രീക്വൻസി ഉള്ളത് ഗാമ റേക്ക്. കാരണം ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി കണക്റ്റഡ് ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന് വിസിബിൾ ലൈറ്റ് അഥവാ ദൃശ്യപ്രകാശം, കറക്റ്റ്. then തന്നിരിക്കുന്ന മൈക്രോ then ഉള്ളതെന്ന് പറയുന്നത് എക്സ്റേ. ഇത് മൂന്നും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും അധികം ഫ്രീക്വൻസി ഉള്ളത്, ഹയസ്റ്റ് ഫ്രീക്വൻസി ഉള്ളത് എക്സ്റേക്കാണ്. എക്സ്റേ എത്രയാണ്? F3. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് എക്സ്റേക്കാണ്. അടുത്തത് വരുന്ന വിസിബിൾ എന്ന് പറയുന്നത് F1. സോ F3 ഗ്രേറ്റർ ദാൻ F1 ഗ്രേറ്റർ ദാൻ F2. സോ നമ്മൾ ഈ ഓർഡർ അറിഞ്ഞിരിക്കുക. അതായത് വേവ് ലെങ്ത് കുറയുന്ന ഓർഡർ അഥവാ ഫ്രീക്വൻസി കൂടുന്ന ഓർഡർ: റേഡിയോ വേവ്, മൈക്രോവേവ്, IR, വിസിബിൾ, UV, എക്സ്റേ, ഗാമ റേ. സോ F3 ഗ്രേറ്റർ ദാൻ F1 ഗ്രേറ്റർ ദാൻ F2. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 38ന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യം, ഒരു പ്രൊജക്ടൈലിന്റെ പറക്കൽ സമയം 2 സെക്കൻഡ് ആണ്. അതിന്റെ പരമാവധി ഉയരം കണ്ടെത്തുക. സോ നമ്മളൊരു പ്രൊജക്ടൈൽ മോഷൻ എന്ന് പറയുന്നത് നമ്മളൊരു പന്ത് എടുത്ത് എറിയുന്നു. സോ അപ്പോൾ പന്ത് പോകുന്ന എങ്ങനെയാണ്? ഈ ഒരു പാത്തിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്ടൈൽ പാത്ത് അല്ലെങ്കിൽ പ്രൊജക്ടൈൽ മോഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇത് y ആക്സിസ്, ഇതിനെ നമ്മൾ x ആക്സിസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ച് ടേമുകൾ നമ്മൾ അറിഞ്ഞിരിക്കാനായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്ന റേഞ്ച് എന്ന് പറയുന്നത് നമ്മളൊരു പന്ത് എറിഞ്ഞു കഴിയുമ്പോൾ പന്ത് പോകുന്ന മാക്സിമം ഹൊറിസോണ്ടൽ ദൂരമാണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ നമ്മൾ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാൽ റേഞ്ച് ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ 2θ ബൈ ജി. u സ്ക്വയർ സൈൻ 2θ ബൈ ജി. എന്താണ് തീറ്റ എന്ന് പറയുന്നത്? ഈ പറയപ്പെടുന്ന എക്സ് ആക്സിസുമായിട്ട് പ്രൊജക്ടൈൽ മോഷന്റെ പാത്ത് ജനറേറ്റ് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. യു എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി, നമ്മൾ എറിഞ്ഞ ആ വെലോസിറ്റി ഏതാണ്, അതാണ് യു എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്ന ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 m/s² ആയിട്ട് എടുത്തോളാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തുള്ള വേറൊരു ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതായത് നമ്മളൊരു പന്ത് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്ടൈൽ ഇവിടെ നമ്മൾ എറിയുന്നു, ഇവിടെ എത്തുന്നു. ഇവിടെ എത്താനായിട്ട് എടുക്കുന്ന സമയം, അതായത് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2u sin theta by g എന്ന് പറയുന്നത്. then അടുത്താണ് മാക്സിമം ഹൈറ്റ്. നമ്മളിങ്ങനെ ഒരു പ്രൊജക്ടൈൽ എറിയുന്നു. അപ്പൊ ഈ തീറ്റ ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഇത് അറ്റൈൻ ചെയ്യുന്ന മാക്സിമം ഹൈറ്റ് ഏതായിരിക്കും? ആ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g ആയിരിക്കും. നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? പറക്കലിന്റെ സമയം 2 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ടൈം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് എഴുതാം? 2 ഈസ് ഈക്വൽ ടു 2u സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതാം. ഈ 2ഉം ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്ത് എഴുതാം? u സൈൻ തീറ്റ ഈക്വൽ ടു ജി എന്ന് എഴുതാം. u സൈൻ തീറ്റ ഈക്വൽ ടു ജി എന്ന് എഴുതാനായിട്ട് പറ്റും. u സൈൻ തീറ്റ ഈക്വൽ ടു ജി എന്ന് എഴുതാനായിട്ട് പറ്റും. കറക്റ്റാ? u സൈൻ തീറ്റ ഈക്വൽ ടു ജി എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും.
ഇനി നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അതിന്റെ പരമാവധി ഉയരം, മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. യു സൈൻ തീറ്റ ഈക്വൽ ടു ജി ആണ് നമുക്ക് കിട്ടി. ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഹൈറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g. സോ നമുക്ക് ഇതിനെ എഴുതാം ഹൈറ്റ് ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ, കാരണം എന്താ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. ഇനി യു സൈൻ തീറ്റയ്ക്ക് പോലെ എന്ത് കൊടുക്കാം? ജി കൊടുക്കാം. അപ്പൊ എന്ത് കിട്ടും? ജി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g. ഒരു ജിയും ക്യാൻസൽ ആയി പോയി, ജി ബൈ 2. ജിയുടെ വാല്യൂ എത്രയാണ്? 10 ഡിവൈഡ് ബൈ 2 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഉയരം എത്രയായിരിക്കും? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് 40ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഗുരുത്വാകർഷണ ബലം മൂലമുള്ള ത്വരണത്തെ, ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, സംബന്ധിച്ച് ശരിയായവ ഏത്? ഭൗമോപരിതലത്തിൽ നിന്നും മുകളിലേക്ക് പോകും തോറും ജിയുടെ വാല്യൂ കുറഞ്ഞു വരുന്നു. സി, നമ്മൾ മുകളിലേക്ക് പോകുന്നത് നമുക്ക് ആക്സിലറേഷൻ എവിടെ ആക്ട് ചെയ്യുന്നത്? എർത്തിന്റെ എർത്താണ് ആക്സിലറേഷൻ നമ്മൾ എക്സേർട്ട് ചെയ്യുന്നത്. എർത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. കാരണം എന്താണ്? ഗ്രാവിറ്റി ഈസ് മാക്സിമം ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്. സോ അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? മുകളിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. ഭൗമോപരിതലത്തിൽ നിന്ന് ആഴത്തിലേക്ക് പോകും തോറും ജിയുടെ വാല്യൂ കൂടി വരുന്നു. ഇല്ല, നമ്മൾ ഡെപ്തിലേക്ക് പോകും തോറും എന്ത് സംഭവിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞു വരും. സോ മുകളിലേക്ക് പോകുമ്പോഴും സർഫസിന് മുകളിലേക്ക് പോകുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയും, താഴോട്ട് പോകുമ്പോഴും ആക്സിലറേഷൻ ഡ്യൂ ടു കുറയും. സോ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 എന്ന് പറയുന്നത് തെറ്റാണ്. ദെൻ ധ്രുവ പ്രദേശങ്ങളിലാണ് ജിയുടെ മാക്സിമം വാല്യൂ. ഈ ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ജി ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ്. നമ്മളിവിടെ നോക്കുമ്പോൾ എർത്തിനെ സംബന്ധിച്ചിടത്തോളം എർത്തിന് എന്ന് പറയുന്ന ഒരു ഒബ്ലീഗ് ഷേപ്പ് ആണെങ്കിൽ എർത്തിന്റെ റേഡിയസ് അറ്റ് ദ ഇക്വേറ്റർ ആസ് വെൽ ആസ് റേഡിയസ് അറ്റ് ദ പോൾ എന്ന് പറയുന്നത് 2 വാല്യൂ ആണ്. റേഡിയസ് അറ്റ് ദ ഇക്വേറ്റർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ റേഡിയസ് അറ്റ് ദ പോൾ ആണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോൾസിൽ കുറവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഡിനോമിനേറ്ററിലുള്ള വാല്യൂ കുറയും. അപ്പൊ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ മൊത്തത്തിൽ കൂടും. സോ ആർ ഇക്വേറ്റർ ഈസ് ലോവർ ദാൻ ആർ പോൾ എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ജി എം ബൈ ആർ പി സ്ക്വയർ ഫോർ പോൾസ്, ജി എം ബൈ ആർ ഇ ക്യു സ്ക്വയർ ഫോർ ഇക്വേറ്റർ. ആർ ഇ ക്യു എന്ന് പറയുന്നത് ആർ പി യേക്കാൾ കൂടുതലാണെങ്കിൽ ഡിനോമിനേറ്ററിലായതുകൊണ്ട് ജി എം ബൈ ആർ പി സ്ക്വയർ ഗ്രേറ്റർ ദാൻ ജി എം ബൈ ആർ ഇ ക്യു സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ എന്ത് സംഭവിക്കും? ജിയുടെ വാല്യൂ കൂടുതൽ എന്ന് പറയുന്ന പോൾസിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെടുന്ന മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ നമ്മൾ നോക്കേണ്ടത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് ഉണ്ട്. കറക്റ്റാ? വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത്, വിത്ത് റെസ്പെക്ട് ടു ഹൈറ്റ് നമ്മൾ കാണണം. സോ നമ്മൾ നോക്കിയപ്പോൾ എന്ത് മനസ്സിലായി? മുകളിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു, താഴോട്ട് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. കറക്റ്റാ? സോ പിന്നെന്താണ്? സർഫസിൽ നമ്മൾ നോക്കുമ്പോൾ പോളാർ റീജിയനിലായിരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന മറ്റേനേക്കാൾ കൂടുതലായിട്ട് വരുന്നത്. സോ അത് നമുക്ക് ഓർത്തിരിക്കണം, ഇങ്ങനെ ഓർത്തിരിക്കാം. അതായത് മുകളിലേക്ക് പോകും തോറും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിൽ ബി ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ ഇ പ്ലസ് എച്ച്. ആർ എന്ന് പറയുന്ന റേഡിയസ് ഓഫ് ദി എർത്ത് അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ റീജിയൻ റേഡിയസ് ഓഫ് ദി എർത്ത് റേഡിയസ് ഓഫ് ദി എർത്ത് പ്ലസ് എച്ച്. എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ഹൈറ്റ്. അപ്പൊ ഹൈറ്റ് കൂടുന്തോറും എന്ത് സംഭവിക്കും? ഡിനോമിനേറ്ററിലെ വാല്യൂ കൂടും. ഡിനോമിനേറ്ററിൽ വാല്യൂ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ആ മുഴുവൻ വാല്യൂ എന്ന് പറയുന്ന കുറയും, അതുകൊണ്ട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ എന്താണ് താഴോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? താഴോട്ട് പോകുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. എന്നാലും ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ ഇ സ്ക്വയർ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ആർ ഇ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എച്ച് ബൈ ആർ ഇ സ്ക്വയർ എന്ന് പറയുന്നത്. അത്രയും ഡീറ്റെയിലിംഗിലേക്ക് പോകണ്ട, ബട്ട് താഴോട്ട് പോകും തോറും എന്ത് സംഭവിക്കുന്നു? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു എന്ന് ഓർത്തിരിക്കും. അടുത്ത ചോദ്യം ഇതുമായി ഡയറക്റ്റ് ഫിസിക്സ് കെമിസ്ട്രി അല്ല എങ്കിലും ഓർത്തിരിക്കൽ ജി കെ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് വിജയകരമായി പരീക്ഷിച്ച നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏതൊക്കെ ഉപഗ്രഹങ്ങളെയാണ് സ്പേസ് ഡോക്കിംഗ് വഴി ബന്ധിപ്പിച്ചത്? ഉത്തരം SDX-1 SDX-2 അതായത് ഇതിനകത്ത് SDX-1 എന്ന് പറയുന്നത് ചേസറും SDX-2 എന്ന് പറയുന്നത് ടാർജറ്റുമായിരുന്നു. SDX-1 എന്ന് പറയുന്നത് ചേസറും SDX-2 എന്ന് പറയുന്നത് ടാർജറ്റുമായിരുന്നു. ചില മൂലകങ്ങളെ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ ട്രാൻസ് യുറേനിയം മൂലകത്തെ കണ്ടെത്തുക. അതായത് യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ, നമ്മളിപ്പം യുറേനിയം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സ്പീഷീസ് ആണ്.
അപ്പൊ നമ്മൾ യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ നോക്കാം. സോ യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് യുറേനിയത്തെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 92 ആണ്. ഈ 92 അറ്റോമിക് നമ്പർ ശേഷം അതിനുശേഷം മുമ്പിലേക്ക് വരുന്ന എല്ലാ എലമെന്റുകളെയും വിളിക്കുന്ന പേരാണ് ട്രാൻസ് യുറേനിയം എലമെന്റ് എന്ന്. സോ ഇനി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റേനിയത്തിന് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 22 ആണ്. ഓസ്മിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 76 ആണ്. തോറിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 90 ആണ്. തോറിയം എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ആണ്. അത് കേരളത്തിലെ മോണസൈറ്റ് സാൻഡുകളിൽ കൊല്ലം കോസ്റ്റിലുള്ള മോണസൈറ്റ് കാനുകളിൽ കാണപ്പെടും. ഫെർമിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് പ്രത്യേകതയുണ്ട്. ഫെർമിയം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 100 ആയിട്ടുള്ള എലമെന്റ് ആണ് ഫെർമിയം എന്ന് പറയുന്നത്. 92 അറ്റോമിക് നമ്പറിന് ശേഷം വരുന്ന എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ് യുറേനിയം എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ 100 അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 92ന് ശേഷമാണ്. അപ്പൊ ട്രാൻസ് യുറേനിയം എലമെന്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫെർമിയമാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അമോണിയ എന്ന സംയുക്തത്തെക്കുറിച്ച് ശരിയായ വേദ. അമോണിയ എന്ന തന്മാത്രയ്ക്ക് ത്രികോണീയ പിരമിഡ് ആകൃതിയാണ്, ട്രൈഗണൽ പിരമിഡ്. ശരിയാണ്, അമോണിയയുടെ ഷേപ്പിംഗ് ആണ് വരിക. സോ ദിസ് ഇസ് ലൈക്ക് എ ട്രൈഗണൽ പിരമിഡ്. അമോണിയയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ട്രൈഗണൽ പിരമിഡൽ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ അമോണിയയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ട്രൈഗണൽ പിരമിഡൽ ആയിട്ടാണ് വരിക. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയാണ്. രൂക്ഷഗന്ധമുള്ള നിറമില്ലാത്ത വാതകമാണ് അമോണിയ. അമോണിയക്ക് ഒരു പഞ്ചന്റ് സ്മെല്ലിംഗ് ആണുള്ളത്. ശരിയാണ്. അമോണിയ വ്യാവസായികമായി ഉത്പാദിപ്പിക്കുന്ന സമ്പർക്ക പ്രക്രിയ, കോൺടാക്ട് പ്രോസസ്സ് വഴിയാണ്. അല്ല, അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹെയ്ബർ പ്രോസസ്. അമോണിയ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹെയ്ബർ പ്രോസസ് എന്ന്. ദെൻ സമ്പർക്ക പ്രക്രിയ അഥവാ കോൺടാക്ട് പ്രോസസ് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രിപ്പറേഷനിലാണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റുകൾ ശരിയാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്ന ഗ്രാഫ് ഏത് വാതക നിയമത്തെ പ്രതിനിധാനം ചെയ്യുന്നു? പ്രഷർ വേഴ്സസ് ടെമ്പറേച്ചർ സ്ട്രെയിറ്റ് ലൈൻ റിലേഷൻഷിപ്പ്. നമ്മൾ ഓരോ നിയമം നോക്കിയാൽ ബോയിൽസ് ലോ എന്ന് പറയുന്നത് വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷൻ ആണ്. അതായത് ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് പാർട്ടിക്കിളും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുന്നു. സോ വി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പി. അതാണ് ബോയിൽസ് നിയമം. ചാൾസ് ലോ എന്ന് പറയുന്നത് പ്രഷറും നമ്പർ ഓഫ് പാർട്ടിക്കിളും കോൺസ്റ്റന്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു. വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതാണ് ചാൾസ് നിയമം എന്ന് പറയുന്നത്. അവോഗാഡ്രോ നിയമം എന്ന് പറയുന്നത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണെങ്കിൽ വോളിയം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും. ദെൻ ഗേലുസാക്സ് ലോ ഓഫ് വോളിയത്തിനകത്താണ് എന്ത്? പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്നത്. അതായത് വോളിയം കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ പ്രഷറും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കും. പ്രഷറും ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കും. അതാണ് ഗേലുസാക്സ് നിയമം എന്ന് പറയുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന പ്രഷർ ടെമ്പറേച്ചർ റിലേഷൻഷിപ്പ് ആണ്. സോ ഓപ്ഷൻ സി ഗേലുസാക്സ് നിയമമാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച ഫിസിക്സ് കെമിസ്ട്രി പാഠത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡീറ്റെയിൽ ആയി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.